Good afternoon, all. Good afternoon. Good afternoon. Good afternoon, ma'am. Okay. Prayer start ചെയ്തോ കേട്ടോ. Prayer പറഞ്ഞോ. Prayer ഇല്ല. ഞാൻ പാടാം മാം. Okay. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, we worship, we astray, guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the worlds, the beneficent, the merciful. Thank you, Miss. Thought of the day assignment. Prepared ആണല്ലോ. Okay. Then നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അതിൽ നോർമലൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നോർമലൈസേഷൻ നമുക്ക് കുട്ടികളെ അക്യൂർ ചെയ്യാൻ പറ്റുന്നത് ത്രൂ പ്രാക്ടീസിലൂടെയാണ്, ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്ക് കുട്ടികളെ നോർമൽ ചൈൽഡ് ആക്കിയത് അല്ലെങ്കിൽ നോർമൽ ലൈനിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് ത്രൂ പ്രാക്ടീസിലൂടെ. ഓക്കെ, ത്രൂ വർക്കിലൂടെയാണ് നമുക്ക് നോർമലൈസേഷൻ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നോർമലൈസ്ഡ് കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അവർ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ലവ് ഓഫ് ഓർഡർ, ആ ഓർഡർ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു ക്ലാസ് റൂമിലുള്ള ഓർഡർ അവർ എന്ത് ചെയ്യാൻ ശ്രമിക്കും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞത് ലവ് ഓഫ് വർക്കാണ്. അവർക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. നമ്മൾ അവർക്ക് റിപ്പീറ്റ്ലി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, കുട്ടികൾ റിപ്പീറ്റ്ലി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ പവർ എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ആവും. ഓക്കെ. ദെൻ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് റിയാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്? ട്രെയിൻ ചെയ്യിക്കുന്നത്. സോ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്താണോ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവർ ട്രെയിൻ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഔട്ടർ വേൾഡിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിൽ അവർ കാണുന്നത്. സോ അവർക്ക് ആ ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യില്ല. ദേ ഫീൽ സെയിം. ചില എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് പെട്ടെന്ന് അവർ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികൾ പെട്ടെന്ന് അഡാപ്റ്റ് ആവും. ദെൻ ലവ് ഓഫ് സൈലൻസ് പഠിച്ചോ? എവിടെ വരെ എടുത്തു എന്ന് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ് വരണം. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ലവ് ഓഫ് സൈലൻസ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് അവിടുത്തെ സൈലൻസ് വളരെ ഇഷ്ടമാണ്. അതിന്റെ പാർട്ടായിട്ട് നമ്മൾ സൈലൻസ് ഗെയിം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒത്തിരി നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് അവർ കോൺസെൻട്രേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക അങ്ങനെ ഒന്നും ആ മീനിങ് അല്ല. അവരുടെ മൈൻഡാണ് നമ്മളോട് ഐസൊലേറ്റ് ചെയ്യുന്നത്. അവരുടെ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിൽ അവന്റെ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെയാണ് നമ്മൾ എന്തോ എടുക്കുന്നത്? ഐസൊലേറ്റ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോണ്ടിസോറി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ്. സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ കുട്ടികള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു എന്താ പറയാ ഒരു ഇന്റൻസ് ലവിന്റെ പുറത്തായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ ആക്ടിവിറ്റീസും അവർ എന്ത് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയാ ഇപ്പോ ആ വർക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കില്ല കുട്ടികൾ ആ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് മുതിർന്നവർ ചെയ്യുമ്പോൾ ആ എൻഡ് റിസൾട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ആ ചെയ്യുന്ന രീതി അവർ എൻജോയ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് കുട്ടികൾ ആ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു.
പവർ ടു ആക്ട് റിയൽ ചോയ്സ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് അവരുടെ റിയൽ ചോയ്സിന്റെ ബേസിലായിരിക്കും. ഒരു ആക്ടിവിറ്റി എടുത്ത ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്നത് അവരുടെ പൂർണ്ണ ഇൻട്രസ്റ്റോട് കൂടി ഫുൾ കോൺഫിഡൻസോട് കൂടി ആയിരിക്കും അവർ ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. അതേപോലെ കുട്ടികൾ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അന്വേഷണം കൂടുതലായിട്ട് ക്വസ്റ്റ്യനുകൾ നമ്മളോട് ചോദിക്കും. ആ ഒരു ഏജിൽ കുട്ടികളുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് എന്ത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ, വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇമ്പോർട്ടന്റ്ലി വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ നമ്മുടെ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾക്ക് റിമാർക്കബിളി ഒബീഡിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒബീഡിയൻസ് അല്ല, അതൊരു നാച്ചുറലി ഹാപ്പൻസ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് നാച്ചുറലി സംഭവിക്കുന്നത്. നമ്മൾ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഫുൾ ഫ്രീഡം നമുക്ക് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഒബീഡിയൻസ് ആ കുട്ടികളിൽ വരുന്നത്. അവർ റിമാർക്കബിളി ഒബീഡിയന്റ് ആയിരിക്കും. നോർമലൈസ്ഡ് കുട്ടികൾ റിമാർക്കബിളി ഒബീഡിയന്റ് ആയിരിക്കും, നല്ല അനുസരണമുള്ള കുട്ടികളായിരിക്കും. ഈ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്, അവർക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ അവർക്ക് ഓരോ ആക്ടിവിറ്റീസും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ ഏരിയയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുട്ടികള് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ട്രെയിൻഡ് ആവും. അപ്പൊ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഫ്രെയിംസിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫ്രെയിംസ് ഒക്കെ പോലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇനിഷ്യേറ്റീവ് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് സ്വയമേ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം മോണ്ടിസോറി എൻവയോൺമെന്റ് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്താണ് ഇൻ എ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻസ്. നമുക്കൊരു ക്ലാസ് കാണാൻ, ഒരു നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് നമ്മൾ വരാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അവിടെ എന്തില്ല, കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ ഫസ്റ്റ് വരും, ഞാൻ ഫസ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു ചിന്ത കുട്ടികൾക്കില്ല. അവർ ആ ചെയ്യുന്ന പ്രോസസ്സ് വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർ ആ പ്രോസസ്സ് വളരെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. മുതിർന്ന കുട്ടികള്, താഴെയുള്ള കുട്ടികളെ, നമുക്ക് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളായിരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോ അവര് യങ്ങർ വൺസിനെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓൾഡർ വൺസ് എന്ത് ചെയ്യും, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. അവിടെ മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ട്രസ്റ്റ്, മ്യൂച്വൽ ഹെൽപ്പ്, ഇതെല്ലാം മോണ്ടിസോറി സ്കൂളിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് അക്യൂർ ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ്. മറ്റുള്ളവരെ സഹായിക്കണം, ഒരാൾ വീക്കാണെങ്കിൽ അവനെയും കൂടി ഹെൽപ്പ് ചെയ്യണം. ഇതെല്ലാം അവര് പരസ്പരമുള്ള സഹായം, ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നതാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ അക്യൂർ ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ, നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ മ്യൂച്വൽ ഹെൽപ്പ് നമുക്ക് നോർമലി കാണാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് കോമ്പറ്റീഷൻ, നമ്മുടെ കുട്ടികൾ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നില്ല, കോമ്പറ്റീറ്റ് ചെയ്യുന്നില്ല. മറ്റൊരു കുട്ടിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, കോമ്പറ്റീറ്റ് ചെയ്യുന്നില്ല. ഈ കുട്ടികള് ഒരു കുട്ടീനെ മറ്റൊരു കുട്ടി ഹെൽപ്പ് ചെയ്യും. ദീസ് ചിൽഡ്രൻസ് ആർ ഓൾവേസ് ഹെൽപ്പിംഗ് വൺ അനദർ. ഒരു കുട്ടിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, മുതിർന്ന കുട്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. In a class of normalized children, mutual aid naturally take the place of competition. കോമ്പറ്റീഷന് പകരം ഒരു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ, മ്യൂച്വൽ എയ്ഡ്, പരസ്പരമുള്ള സഹായമാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ സംഭവിക്കുന്നതാണ്. ദീസ് ചിൽഡ്രൻസ് ആർ ഓൾവേസ് ഹെൽപ്പിംഗ് വൺ അനദർ. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോ ഒരു എന്താണ്, യങ്ങർ വൺസ്, ഒരു കുഞ്ഞി യങ്ങർ വൺസ് ആദ്യമായിട്ട് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികളെ അവര് ഓൾഡർ വൺസ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും, ആ തെറ്റ് തിരുത്തി കൊടുക്കും. എറർ ഓഫ് കൺട്രോൾ അവർ തന്നെ പറഞ്ഞു കൊടുക്കും. ദെൻ അങ്ങനെ വരുമ്പോൾ ഈ യങ്ങർ വൺസ് അവരുടെ മറ്റു ഫ്രണ്ട്സിന് ആ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ആ കാര്യം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരമുള്ള സഹായം അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു. The older and more advanced shows interest in the progress of the younger ones. അപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ഓൾഡർ വൺസ് എന്ത് ചെയ്യുന്നു, യങ്ങർ വൺസിന്റെ പ്രോഗ്രസ്സിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓൾഡർ വൺസ് എന്ത് ചെയ്യും, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആര്, മുതിർന്ന കുട്ടികൾ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ മാത്രം കണ്ടുവരുന്ന ഒരു ക്വാളിറ്റി ആണ് എന്ത്, മ്യൂച്വൽ എയ്ഡ് അല്ലെങ്കിൽ മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്നത്.
ബാക്കി എല്ലാ സ്കൂളുകളിലും കോമ്പറ്റീഷൻ അല്ലേ? അങ്ങനെ അല്ലാത്ത സ്കൂളുകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ഭൂരിഭാഗം സ്കൂളുകളിലും ഇന്നെന്താണ് എന്താണ് നമ്പർ ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കാം. പേഴ്സണലി നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ആവും. എന്തുകൊണ്ടാണ് എന്റെ മോന് ഫസ്റ്റ് ആവാഞ്ഞത്, എന്തുകൊണ്ട് എന്റെ മോന് ഇത്ര മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സ് നമ്മളോട് കംപ്ലൈന്റ് പറയും. 1 മിനിറ്റ്, ക്യാമറ കാണാൻ പറ്റുന്നുണ്ട് എന്നെ? ഇല്ല. 1 മിനിറ്റ്, ഞാൻ റീജോയിൻ ചെയ്യട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് മ്യൂച്വൽ ഹെൽപ്പ്. മുതിർന്ന കുട്ടികൾ അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കോമ്പറ്റീഷന് ഹെൽപ്പിംഗ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോമ്പറ്റീഷനേക്കാളും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് എന്താ കൊടുക്കുന്നത്? ഹെൽപ്പിങ്ങിനാണ്. നമ്മൾ കോമ്പറ്റീഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ കുട്ടികളിലെ കോമ്പറ്റീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് മ്യൂച്വൽ ഹെൽപ്സ് അല്ലെങ്കിൽ അത് ചില ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നില്ല. കോമ്പറ്റീഷൻ അലോ ചെയ്യണമെങ്കിൽ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം അല്ലെ? ഫസ്റ്റ് വരുന്ന കുട്ടിക്ക് ചില സ്കൂളുകളിൽ ഫസ്റ്റ് വരുമ്പോ ഒരു ഇത് കൊടുക്കും, എന്താ പറയാ, ഒരു ഫസ്റ്റിന് ടോപ്പറിന് ഒരു എന്താ പറയുള്ളൂ അതിന്, ടോപ്പർ ഒരു മന്ത്ലി എക്സാം നടത്തിയിട്ട് അതിൽ ടോപ്പേഴ്സോ അല്ലെങ്കിൽ ടേം ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഈ ടൈമിലെ ടോപ്പർ ഇന്ന കുട്ടിയാണെന്നുള്ള രീതിയിൽ. അപ്പം അതെല്ലാം മെഡല്, ഓക്കെ, അതെല്ലാം കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് റിവാർഡും എന്തും വേണ്ട, പണിഷ്മെന്റും വേണ്ട എന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. കാരണം നാച്ചുറലി അവർക്ക് ആ റിവാർഡും പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കൂടും ഇല്ലേ? ക്ലാസ് ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കൂടും. ഭയങ്കര പ്രശ്നമാണത്. ബുക്കിൽ കോമ്പറ്റീഷൻ എന്നാണല്ലോ കാണുന്നത്, കോമ്പറ്റീഷൻ എന്നുള്ളത്. എവിടെ കോമ്പറ്റീഷൻ ആക്കിക്കോട്ടോ. ഓക്കെ, കോമ്പറ്റീഷൻ തന്നെ ഉണ്ടോ? 1 മിനിറ്റ്, ഞാനേ സ്ക്രീൻ നോക്കിയിട്ടില്ല. കോമ്പറ്റീഷൻ അല്ല. എഡിറ്റ് ചെയ്തോട്ടോ, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, പറയുമ്പോ എഡിറ്റ് ചെയ്തോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെയാണോ? ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലും? യെസ് മാം. കോമ്പറ്റീഷൻ ആണ്, മ്യൂച്വൽ ഹെൽപ്പ് ആണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോമ്പറ്റീഷനേക്കാളും കൂടുതൽ. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ കോമ്പറ്റീഷൻ എന്ത് ചെയ്യരുത്, ഡെവലപ്പ് ചെയ്യുന്ന അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നമ്മളുടെ കുട്ടികൾക്ക് എന്താണ് അധികം കോമ്പറ്റീഷൻ വരുന്നത് എന്താണ്, ഫസ്റ്റ് വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോ അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ റിവാർഡ് പണിഷ്മെന്റും കൊടുക്കേണ്ടത്. കാരണം നാച്ചുറലി അവന് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഹെൽപ്പ് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ പണിഷ്മെന്റും കൊടുക്കേണ്ട. നമ്മൾ വഴക്കൊന്നും പറയണ്ട. ഒരു ആക്ടിവിറ്റി കുട്ടി ചെയ്തില്ലെങ്കിൽ അവർ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ എന്താണ് നമ്മൾ അവർക്ക് അവർ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അത് എന്ത് ചെയ്യും, ബാഡ്ലി അത് അഫക്ട് ചെയ്യും. ഓക്കെ, ഇനി സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമുക്ക് കുട്ടികൾക്ക് സെൽഫ് ഡിസിപ്ലിൻ അക്യൂർ ചെയ്യണം. നമ്മൾ സ്വയം അച്ചടക്കമാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് വരുന്നത്. പക്ഷെ ചില സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളാണ് തോന്നുന്നത് മെയിൻ ആയിട്ട്, അവര് ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ചെറിയൊരു ഏജിൽ തന്നെ അവർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും, കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യിക്കും. ചില കുറെ ടെൻഷനും കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും യൂണിഫോമിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്ട്നെസ്, ഹോംവർക്ക് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ
അപ്പൊ ഭയങ്കര അത് അവർക്ക് മെന്റലി അത് അവരെ ഒത്തിരി അഫക്ട് ചെയ്യും. സോ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൂടുതൽ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്രീഡം ടു ചോയ്സ്, അവർക്ക് ഏത് ആക്ടിവിറ്റി ചെയ്യുന്നുള്ള ഫ്രീഡം നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി കുട്ടികൾക്ക് നല്ല ഒബീഡിയൻസും നല്ല ഡിസിപ്ലിനും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഡിസിപ്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ചില മോണ്ടിസോറി ക്ലാസ് റൂമുകളുണ്ട്, ചില സ്കൂളുകളിൽ മാത്രം മോണ്ടിസോറി ക്ലാസ് റൂമുകളുണ്ട്. അവിടെ കുട്ടികള് അത് ഞാൻ പറഞ്ഞോ, എക്സാമ്പിൾ പറഞ്ഞോ? അല്ലേ, ഓക്കെ. അപ്പൊ ഞാൻ ഒരു CBSE സ്കൂളാണ് കേട്ടോ. ആ CBSE സ്കൂളില് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് റൂം, സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് റൂം ഉണ്ട്. അപ്പൊ അവിടെ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ CBSE ഫുൾ സിലബസ് CBSE ഫോളോ ചെയ്യുന്നു. ലാസ്റ്റ് അവർ KG സെഷനിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് മോണ്ടിസോറി ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ട്യൂട്ടർ ഉണ്ട്. അപ്പോ ആ ടൈമിൽ മാത്രമായിരിക്കും KG സെഷനിലെ കുട്ടികൾ എവിടേക്ക് വരുന്നത്, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്നത്. ഈ കുട്ടികൾക്ക് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വർക്കൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ അവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നല്ല സൈലന്റ് ആയിട്ട് നല്ല ക്യൂ ആയിട്ട് ഡിസിപ്ലിനോട് കൂടി, അത് ആരും പറയൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ അവരോട് വിളിച്ചു കഴിഞ്ഞാല് ഇപ്പൊ അസംബ്ലിക്കൊക്കെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ പോലും അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ പോവില്ല. പക്ഷെ ഇത് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്കാന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, നല്ല ഡിസിപ്ലിനോട് കൂടി നല്ല ക്യൂ ആയിട്ട് കറക്റ്റ് ആയിട്ട് എവിടേക്ക് പോകും, മോണ്ടിസോറി ക്ലാസ് റൂമിൽ പോകും. ഇനി മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ മുതൽ അവർ സൈലന്റ് ആണ്, സംസാരിക്കൂല, മറ്റുള്ളവരോട് സംസാരിക്കൂല. അത് എങ്ങനെ അക്യൂർ ചെയ്തെന്ന് അറിയില്ല, അവർക്ക് അറിയാൻ തോന്നുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഇങ്ങനെയാണ്. ഭയങ്കര സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ക്ലാസ് റൂമിലേക്ക് ചെന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അല്ല അവര് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും ബഹളം വെക്കും, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ടീച്ചർമാർക്ക്. അപ്പൊ ടീച്ചർമാര് അവർ നോർമൽ ടീച്ചർമാർ എന്ത് പറയാറുണ്ട്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണണം, ഈ കുട്ടികൾ ഇത്ര നിശബ്ദമായിട്ടിരിക്കാന്നുണ്ടെങ്കിൽ അവരെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം, എന്നാൽ മാത്രം അവർ സൈലന്റ് ആയിട്ടിരിക്കുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ അവർ അക്യൂർ ചെയ്യുന്നുണ്ട്. ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് അവർക്ക് ആ സെൽഫ് ഡിസിപ്ലിൻ അക്യൂർ ചെയ്യുന്നുണ്ട്. ഒന്ന് വായിക്കുമാരെങ്കിലും ആ പോയിന്റ്? വായിച്ചോ. In a class of normalized children, mutual aid naturally takes the place of competition. These children are always helping one another. The older and more advanced show an avid interest in the progress of the younger ones. Okay. ഒരു നോർമലൈസ്ഡ് ക്ലാസ് റൂമിൽ നമ്മൾ കോമ്പറ്റീഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താ കൊടുക്കുന്നത്, മ്യൂച്വൽ എയ്ഡ്, മ്യൂച്വൽ ഹെൽപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ചിൽഡ്രൻസ് പരസ്പരം സഹായമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കോമ്പറ്റീഷന് പകരം പരസ്പരമുള്ള സഹായങ്ങളാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി ഓൾഡർ ആയിട്ടുള്ള ചിൽഡ്രൻസ്, മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, നേരത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ മറ്റു കുട്ടികളെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അവർ യങ്ങർ വൺസിനെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. Spontaneous self-discipline ready ആട്ടോ. Now I come, ma'am. Spontaneous self-discipline. This is one of the features that usually astonishes visitors most when they see a Montessori school for the first time. This discipline is so complete that the absence of the directors for the quite a long period of time does not affect it. This discipline is one of the fruits of liberty. നമ്മൾ മോണ്ടിസോറി സ്കൂൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ഡിസിപ്ലിൻ ആണ് ഈ സ്കൂളിൽ. ഭയങ്കര സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഫസ്റ്റ് ടൈം മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ നോർമൽ സ്കൂളിൽ നിന്ന് മാറി നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും അവിടെ. എല്ലാ കുട്ടികളും അവരവരുടെ വർക്കുകൾ ചെയ്യുന്നു, വളരെ നിശബ്ദമായിട്ടായിരിക്കും അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോ ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ സ്വയമേ അക്യൂർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്താ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരുപാട് നേരം അവർക്ക് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. ഡിസിപ്ലിൻ എങ്ങനെ സംഭവിക്കുന്നു, സ്പോണ്ടേനിയസ് ആയിട്ടാണ് സെൽഫ് ഡിസിപ്ലിൻ അക്യൂർ ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് ഫ്രൂട്ട് ഓഫ് ലിബർട്ടി, നമ്മൾ കൊടുക്കുന്ന
സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഡിസിപ്ലിൻ അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ റിസൾട്ട് ആണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കുട്ടികളെ നല്ല ഫ്രീഡം കൊടുത്താണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ അവരുടെ ഡിസിപ്ലിൻ ആവും എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. എന്ന് വെച്ചാല് കുട്ടികളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നതിനും കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുത്ത് വളർത്തുമ്പോഴാണ് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെൽഫ് ഡെവലപ്മെന്റ് ഒക്കെ അക്യൂർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ എങ്ങനെ അക്യൂർ ചെയ്യുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്? ഫ്രൂട്ട് ഓഫ് ലിബർട്ടിയുടെ ഫലമായിട്ടാണ്. അത് നോക്കി വെക്കുക കേട്ടോ. ആ ഒരു പോയിന്റ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പോലെ എന്റെ ഒരു ഓർമ്മ. ദിസ് ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി കേട്ടോ, നോക്കി വയ്ക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ജോയ് ആണ്. ഒരു കുട്ടി ഒരു വർക്ക് റിപ്പീറ്റ്ലി ചെയ്യാണ്. നോബിൾ സിലിണ്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഒരു മെറ്റീരിയൽ ഞാൻ ഇൻട്രൊഡ്യൂസ് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നോബിൾ സിലിണ്ടേഴ്സ് ഓക്കെ കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ, നോബിൾ ഇതാണ് നോബിൾ സിലിണ്ടേഴ്സ് ട്ടാ. നോബിൾ സിലിണ്ടേഴ്സ് കാണാലോ. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് വിഡ്ത്തും ഡിഫറെന്റ് ഹൈറ്റും വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് നോബിൾ സിലിണ്ടേഴ്സ് 4 സെറ്റ് ആണ് ഉള്ളത്. ആദ്യത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഹൈറ്റ് ആണ്. എല്ലാ നോബിൾ സിലിണ്ടേഴ്സിനും സെയിം ഹൈറ്റ് ആണ്. വിഡ്ത്ത് കുറഞ്ഞു വരാണ്. വിഡ്ത്ത് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരാണ്. രണ്ടാമത്തെ നോബിൾ സിലിണ്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റും കുറഞ്ഞു വരുന്നു, വിഡ്ത്ത് കൂടിക്കൂടി വരുന്നു. ഹൈറ്റ് ഡിക്രീസസ് ആൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്ത് വരാണ്. നെക്സ്റ്റ് നോബിൾ സിലിണ്ടർ എന്ന് പറഞ്ഞാല് ഹൈറ്റ് കുറയുന്നുണ്ട്, അതേപോലെ തന്നെ വിഡ്ത്തും കുറയുന്നുണ്ട്. ആദ്യം ഹൈറ്റ് വിഡ്ത്തും കൂടുതലാണ്, പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുറഞ്ഞു വരാണ്. നാലാമത്തേലേക്ക് വരുമ്പോൾ വിഡ്ത്ത് സെയിം ആണ്. എല്ലാത്തിനും വിഡ്ത്ത് സെയിം അല്ലേ? ഹൈറ്റ് ആണ് കുറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഒരു മെറ്റീരിയല് കുട്ടികൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും, എന്തായാലും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 4 സെറ്റ് ഒരുമിച്ചാ വരുന്നത്. ഏതെങ്കിലും ഒരു പീസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറർ സംഭവിക്കും ഇല്ലേ? നിങ്ങള് എപ്പോഴും ഈ മെറ്റീരിയൽസ് മൊത്തം എടുത്തിട്ട് നമ്മൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിന് പോലും ഓക്കെ കാണുന്നില്ല, മെറ്റീരിയൽ കാണുന്നില്ല. കാണുന്നുണ്ട് മാം. നോക്കിട്ടോ, ആരെ കാണാത്തെന്ന് പറയണോ കേട്ടോ. ഞാൻ എന്നെ പിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആരെ കാണാൻ പറ്റുന്നുണ്ടാടാ? ഓക്കെ, അപ്പൊ ഈ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു പീസ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നമ്മൾ കൺട്രോൾ ഓഫ് എറർ വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ആ കൺട്രോൾ ഓഫ് എറർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ മെന്റൽ കോൺസെൻട്രേഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് ഫസ്റ്റ് യൂണിറ്റില് മെന്റൽ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞപ്പോ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഒരു കുട്ടീനെ. അത് ഈ നോബിൾ സിലിണ്ടേഴ്സ് വെച്ച് കുട്ടികൾ വർക്ക് ചെയ്തപ്പോഴായിരുന്നു. ആ കുട്ടിക്ക് എത്ര ടൈമാണ് ചെയ്തത്? 42 ടൈംസോ അല്ലെ? 42 ടൈംസ്. അത് ഞാൻ പറഞ്ഞു തന്നില്ല. ആ സമയത്ത് ഈ നോബിൾ സിലിണ്ടേഴ്സ് കാണിച്ചതുണ്ടായിരുന്നില്ല. കണ്ടിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അത് വേറെ ആയിരുന്നു. ആ ചെറുതാണോ കാണിച്ചു തന്നത്? ഒറിജിനൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കാണിച്ചു തന്നത്? വേറെ ആയിരുന്നു കാണിച്ചു തന്നത്. ഓക്കെ, 2 സെറ്റ് ഉണ്ട്. ഇത് 10 പീസിന്റെ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെറുതാണുള്ളത്. കാണിച്ചു തരാവേ. ഇതാണോ കാണിച്ചു തന്നെ? ഇതാണോ കാണിച്ചു തന്നെ? മിസ് പിരമിഡ് അതൊക്കെ കാണിച്ചു തന്നത്. ഓക്കെ, ഇത് കാണിച്ചിട്ടില്ല മാം. ഓക്കെ, ഇത് കാണിച്ചിട്ടില്ല. ഓക്കെ, ഈ നോബിൾ സിലിണ്ടേഴ്സ് ആണ് കേട്ടോ. പേര് നോബിൾ സിലിണ്ടേഴ്സ് ആണ്. അപ്പൊ ഈ മെറ്റീരിയൽസ് വെച്ച് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിക്കാം. അങ്ങനെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവർ വീണ്ടും റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്ത് അത് അക്യൂർ ചെയ്ത് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടൂലേ? അതായത് അത് കറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടില്ലേ? കിട്ടില്ല? കിട്ടും. ഓക്കെ, എനിക്ക് കിട്ടും. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ എന്ന് വെച്ചാല് നിനക്കൊന്നും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നേടിയെടുക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതെ, കുട്ടിനോട് നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ.
അവൻ അവന്റേതായ ഇഷ്ടത്തിന് അവൻ ആ വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവനൊരു ഹാപ്പിനെസ്, ആ ഒരു ഫീൽ ഓഫ് ഹാപ്പി, ആ ജോയ്ഫുൾനെസ് അത് അവൻ ഫീൽ ചെയ്യും. അവന് തന്നെ ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് കിട്ടും. നമ്മളിപ്പോ കുട്ടികൾക്ക് ആ ഒരു ഹാപ്പിനെസ് കുറവാണ്. ഇപ്പൊ എല്ലാ കുട്ടികളും എന്താണ് കമ്പ്യൂട്ടർ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവര് കളിക്കുകയൊക്കെ ചെയ്യും, അതിൽ ഫസ്റ്റ് വരുമ്പോൾ അവർ ഹാപ്പി ആവും. അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരുടെ ടീം ഫസ്റ്റ് വന്ന ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഈ ഗെയിം മെറ്റീരിയൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ അവർക്ക് ഹൈറ്റും വെടുത്തും ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടോ, അതിന് നോബ് ഉണ്ട് ഇല്ലേ? അതിന്റെ മെറ്റീരിയലിന് മുകളിലായിട്ട് നോബ് കാണുന്നുണ്ടോ? വൈറ്റ് കളറില അത് നോബ് കുട്ടികളെ ഈ നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൂടുതൽ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഏത് ഈ നോബിളുടെ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ നോബുമ്പോ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പെൻ ഹോൾഡ് ചെയ്യേണ്ടത്, നമുക്ക് ആ ഒരു മസിൽസ് ഫൈൻ മോട്ടോർ സ്കിൽസ് അല്ലെ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് സംഭവിക്കും. അപ്പൊ എങ്ങനെ എങ്ങനെ നമുക്ക് ആ ഒരു ഫിംഗറിലൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, മെറ്റീരിയൽസ് എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് പറ്റും. അപ്പൊ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നോബിൾഡ് സിലിണ്ടേഴ്സ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജോയ് ആയിരുന്നു, സന്തോഷത്തിന്റെ കാര്യമാണ്. ആഹ്ലാദം ശരിയാണ്. ഒരു കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ നല്ലൊരു പ്ലഷർ ആയിരിക്കും. എന്ന് വെച്ചാല് അവരൊത്തിരി നേരമായിട്ട് ആ ഒരു വർക്ക് കോൺസെൻട്രേഷനോട് കൂടി നല്ല രീതിയിൽ ഡീപ്പ് കോൺസെൻട്രേഷനോട് കൂടി ആ വർക്ക് ചെയ്ത് അത് എന്ത് ചെയ്തു, അക്കംപ്ലിഷ് ചെയ്തു. നല്ലൊരു എന്ത് കിട്ടും, ജോയ്ഫുൾനെസ് അല്ലെങ്കിൽ നല്ലൊരു സന്തോഷം അവന് അക്യൂർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം അക്യൂർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ വൺ ഓഫ് ലാസ്റ്റ് ക്യാരക്ടർ ആണ് ഇത് ജോയ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ഒരു വർക്ക് റിപ്പീറ്റ്ലി ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അത് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയിൽ എന്ത് ചെയ്യുന്ന ഏൺ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് ജോയ്ഫുൾനെസ് എന്ന് പറയുന്നത്, ഹാപ്പിനെസ്, ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒന്ന് വായിക്കോ? വായിച്ചോ. This joy which shines in the children's face and surely in their whole attitude is something more than pleasure or the happiness of being entertained. Like the concentration refers above, its deep and cryptic emotion, it indicates the joy the nature always grants as the accompaniment to the right use of facilitates. It is the joy which comes with acting in obedience to the law of our nature. ഈ ജോയ്ഫുൾനെസ് നമുക്ക് അക്യൂർ ചെയ്യുന്നത് നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു ഒബീഡിയൻസ്, കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവർ കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യും. അതിനുശേഷമാണ് ഏത് അക്യൂർ ചെയ്യുന്നത്, ജോയ്ഫുൾനെസ് അക്യൂർ ചെയ്യുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികൾ ആദ്യം വരുമ്പോൾ ചിലപ്പോൾ അവരെ ഡിവേറ്റഡ് ചൈൽഡ് ആയിരിക്കും. അവർ നോർമലൈസ്ഡ് ആയതിനു ശേഷം അവർക്ക് കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് നോർമലൈസേഷനെ കുറിച്ച് മനസ്സിലായത്? അതിന്റെ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രം മതി. എന്താണ് നോർമലൈസേഷൻ മനസ്സിലായത്? സിയുടെ പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് നോർമലൈസേഷൻ മനസ്സിലായെന്ന് പറയോ? ആർക്കും നോർമലൈസേഷൻ മനസ്സിലായില്ല? ആർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നും റിപ്ലൈ ഇല്ലല്ലോ. പറയാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നോർമലൈസേഷൻ അവിടെ മനസ്സിലായില്ല, അതാണോ? ഇത്തിരി ടഫാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ആ ഒരു രീതിയിൽ നിന്ന് ചിന്തിക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്ത് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എന്താ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മോണ്ടിസോറി പറയുന്നത്
മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുക എന്നാണ്. അപ്പൊ നമുക്ക് മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ നമ്മുടെ കുട്ടികളെ നോർമൽ ചൈൽഡ് ആക്കി നല്ലൊരു പെർഫെക്റ്റ് നല്ലൊരു ചൈൽഡ് ആക്കി മാറ്റുക, നമ്മുടെ വേൾഡിന്റെ ഹെൽത്ത് ആൻഡ് ഹാർമണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എന്താണ് ഒരു ചൈൽഡ് ആക്കി മാറ്റുക എന്നാണ് ആരുടെ എയിം, മോണ്ടിസോറിയുടെ എയിം. നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനോമിനയാണ്. നമുക്ക് നോർമലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന ത്രൂ വർക്കിലൂടെ മാത്രമാണ് അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നത്. കുട്ടികളുടെ വർക്ക് ഒരു വർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികള് ആ വർക്കിൽ പെർഫെക്റ്റ് ആവുന്നു. ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് അവർ പെർഫെക്റ്റ് ആവുകയാണ്. അതിലൂടെ അവർക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യും. ഒരു കുട്ടി വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആദ്യം ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ മേ ബി നോർമൽ ആയിട്ടുള്ള കുട്ടികളെ മാത്രമായിരിക്കില്ല മോണ്ടിസോറി നിങ്ങൾ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്. ഏതാണ്? സ്പെഷ്യൽ ചൈൽഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ആ കുട്ടികളിലും നമ്മൾ ഈ ഒരു നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, നോർമൽ ചൈൽഡ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോ ഒരു കുട്ടി ഡീവിയേറ്റഡ് ആണെന്ന് വിചാരിക്കുക, ആ കുട്ടി നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, അവൻ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര വയലൻസും ഭയങ്കര എന്താണ് മറ്റു കുട്ടികളോട് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് പെരുമാറുന്നത്, അതേപോലെ നമ്മൾ കൊടുക്കുന്ന വർക്കൊന്നും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ കുട്ടി എന്താണ്? ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് ആണ്. അങ്ങനെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നോർമലൈസ്ഡ് ആക്കണം. അതാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും കടമ, ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം, അവരുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ മേ ബി കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒക്കെ ഓക്കെ ആണെങ്കിൽ ദാറ്റ് മേ ബി ഡീവിയേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു 4ാം ക്ലാസ്സില് എൽ കെ ജിയിലുള്ള ഒരു കുട്ടിയുണ്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടിക്ക് ആൽഫബറ്റ്സ് എഴുതാൻ അറിയില്ല. മറ്റു കുട്ടികൾ ആൽഫബറ്റ്സ് എഴുതുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ അറിയില്ല? ആൽഫബറ്റ്സ് എഴുതാനായിട്ട് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അവരെ വർക്ക് ചെയ്യിക്കണം. വർക്ക് ചെയ്യിക്കാൻ ആദ്യം അവർക്ക് പെന്നും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യണം. നമ്മൾ മോണ്ടിസോറിയിലാണെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നോബിൾ സിലിണ്ടേഴ്സ് ഒക്കെ വെച്ച് ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാം. അല്ല, നോർമൽ സ്കൂളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ആയിരിക്കും. ഡ്രോയിങ് കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് നോക്കാം, അത് കുട്ടി നന്നായിട്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ കുട്ടി നല്ല രീതിയിൽ ഡ്രോ ചെയ്യുന്നുണ്ട്, ബോർഡർ ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലാതെ കളറൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത്ര ഡീവിയേറ്റഡ് അല്ല, നമുക്ക് ഈ കുട്ടീനെ നമ്മളുടെ രീതിയിലേക്ക് നോർമലൈസ്ഡ് ആക്കി എടുക്കാനായിട്ട് എളുപ്പം പറ്റും. ചില കുട്ടികൾ ഡ്രോ ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല എന്ത് ചെയ്യുന്നത്? ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി മേ ബി ഡീവിയേറ്റഡ് ആവാണ്, അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആണ്. അതേപോലെ നമുക്ക് ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ചില ക്ലാസ്സുകളിൽ ഭയങ്കര ഓവറായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളും എന്താണ്? ഡീവിയേറ്റഡ് ചൈൽഡ് ആണ് എന്നാ പറയുന്നത്. ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളും ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. അപ്പൊ ഈ കുട്ടികളെല്ലാം നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ത്രൂ വർക്കിലൂടെ മാത്രമാണ് നമുക്ക് ആ കുട്ടികളെ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ? നോർമൽ ചൈൽഡ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ത്രൂ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മോണ്ടിസോറിയിൽ നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസ് നമുക്ക് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഓരോ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇതെങ്ങനെ ചെയ്യുന്നത് ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെമോ കാണിച്ചു കൊടുക്കുക. പിന്നീട് കുട്ടികൾ തന്നെയായിരിക്കും ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അവർ തന്നെ സ്വയമേ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അവർക്ക് ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മളത് നോക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തോ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം. അതായത് നമ്മൾ ചെയ്തു കൊടുക്കുകയല്ല, അവരോട് പറയാം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അവർ സ്വയമേ ചെയ്യിക്കാൻ നമ്മൾ അവരെന്ത് ചെയ്യാം? അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അവർ സ്വയമേ ചെയ്യട്ടെ. അവർക്ക് അതിന് വേണ്ട ഫ്രീഡവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഒരു വർക്ക് ചെയ്യാൻ വേണ്ട ഫ്രീഡം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഒരു മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ എങ്ങനെയാണ്? വർക്കിങ്ങിലൂടെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയി മാറുന്നത്. അപ്പൊ ത്രൂ വർക്കിലൂടെയാണ് നമ്മൾ കുട്ടികളെ എന്താക്കി മാറ്റുന്നത്? പെർഫെക്റ്റ് ചൈൽഡ് ആക്കി മാറ്റുന്നത്. നോർമലൈസേഷൻ മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മള് മരിയ മോണ്ടിസോറി പറയുന്നുണ്ട്
ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് 2 ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ എനർജി ആണ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, ആ എനർജി കാര്യങ്ങളാണ്. സെക്കൻഡ് പറയുന്നത് മെന്റൽ എനർജിയാണ്, നമ്മുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളും നമ്മുടെ മനസ്സ് ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കൊരു വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അറ്റ് എ ടൈം നമ്മുടെ ഒപ്പം നമ്മുടെ മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യും, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. നമ്മുടെ മനസ്സ് ശരീരം ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, പെർഫെക്റ്റ് ആയിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ഡീവിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഡീവിയേഷൻ സംഭവിക്കും. നമ്മളൊരു കുട്ടീനെ പഠിക്കാനായിട്ട് എത്തിക്കുകയാണ്, പെട്ടെന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോ കേട്ടോ, നമ്മള് ടേം എക്സാമിന്റെ സമയത്ത്, ടേം എക്സാം കഴിഞ്ഞില്ലേ നിങ്ങളുടെ? ഓക്കെ, എത്ര പേര് ഒരു മണിക്കൂറെങ്കിലും ടൈം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് 1 hour ആരൊക്കെ പഠിക്കാനായിട്ടിരുന്നു? ആരും ഇരുന്നില്ല? അരമണിക്കൂർ, കാലത്ത് അരമണിക്കൂർ അങ്ങനെ ഇരുന്നത്. ഓക്കെ, അല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീവിയേറ്റഡ് ആവാറുണ്ടോ? വീട്ടിലെന്തെങ്കിലും കാര്യത്തിലേക്കോ ആരെങ്കിലും എന്തെങ്കിലും വിളിക്കുമ്പോഴോ ഫോണിലേക്കോ, ഫോൺ ശ്രദ്ധിച്ച് പോവാറുണ്ടോ, നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഡീവിയേറ്റഡ് ആവാറുണ്ടോ നിങ്ങള്? ഉണ്ട്. ഞാനും അതെ, പഠിക്കുന്ന സമയത്ത് മാക്സിമം ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെക്കാറാ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഡീവിയേറ്റഡ് ആവും. ഫോണിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് ചിലപ്പോ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അതെന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഡീവിയേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സ് ശരീരം നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഡീവിയേറ്റഡ് ആവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശരീരം സെപ്പറേറ്റ് ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടാവും, പക്ഷെ മനസ്സ് വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഡീവിയേഷന്റെ ഫലമാണ്. ചെറിയ കുട്ടികൾ നമ്മൾ പറയില്ലേ, നിങ്ങൾ എന്ത് സ്വപ്ന ലോകത്താണ്, ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അപ്പൊ അവർ ചോദിക്കും, എന്താ മിസ് പറഞ്ഞത്? അറിയാൻ പറ്റൂല. ഞാൻ ഇപ്പൊ ചോദിച്ചില്ലേ നോർമലൈസേഷൻ മനസ്സിലായോ? നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഡീവിയേറ്റഡ് ആയിരുന്നോ? അല്ലെങ്കിൽ ടോപ്പിക് ഇത്ര ടഫാണ് കേട്ടോ, അത് വേറെ കാര്യം. ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആര്യനേക്ക് വിളിച്ചല്ലോ, ആര്യനെയാണോ സിയനെയാണോ വിളിച്ചത്? അപ്പൊ എന്താണ്, നമ്മുടെ മനസ്സ് ശരീരവും അറ്റ് എ ടൈം ഒരു സ്ഥലത്താണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ഫുൾ എഫേർട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ്ങിലേക്ക് നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടുള്ളൂ. അപ്പം നമ്മൾ പിന്നീട് പറഞ്ഞത് നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മളൊരു എത്ര ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു? നോർമലൈസ്ഡ് ചിൽഡ്രന് ഡീവിയേഷൻ സംഭവിച്ച കുട്ടീനെ നമ്മൾ ആരാക്കി മാറ്റുന്നു? നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നു. ആ നോർമൽ ചൈൽഡ് അക്യൂർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ലവ് ഓഫ് സൈലൻസ്, അങ്ങനെ ജോയ് വരെയുള്ള ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മുടെ കുട്ടികളിൽ, നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ അക്യൂർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ നോർമലൈസേഷൻ മനസ്സിലായോ? യെസ് മാം. നമ്മൾ ചിന്തിക്കുന്ന സാധാരണ ആ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ് രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ ഒരു കുട്ടിയുടെ മനസ്സ്, അങ്ങനെ ആ കുട്ടി ഡീവിയേറ്റഡ് ആകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് അസംഷന്റെ ഒക്കെ ബേസിലാണ് ചിന്തിക്കണമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ ആണ് പറഞ്ഞത്. ലവ് ഓഫ് ഓർഡർ പറഞ്ഞു. നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് എന്താ, ലവ് ഓഫ് ഓർഡർ. നമ്മൾ ആ എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റ്, ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മോണ്ടിസോറി ക്ലാസ് റൂം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആര് തന്നെയാണ്? മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ തന്നെയാണ്, നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ആദ്യം ആയിട്ടുള്ള ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒരു കുട്ടി ചിലപ്പോൾ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. അവൻ ആ വർക്ക് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസ് ചിലപ്പോൾ ടേബിളുമേ വെച്ചിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അത് അവിടുത്തെ ഫെസിലിറ്റേറ്റർ ആയിരിക്കും അത് റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അവൻ റിപ്പീറ്റ്ലി അത് കാണാണ്. അവിടുത്തെ കുട്ടികള് അല്ലെങ്കിൽ മോണ്ടിസോറിൽ അവരെ മുതിർന്ന കുട്ടികള് ഇതേ അവര് വർക്ക് ചെയ്ത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയൽസ് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നത് ഈ കുട്ടി ഡെയിലി കാണാണ്. സ്ഥിരമായിട്ട് ആ വർക്ക് അങ്ങനെ കാണുമ്പോൾ അവന് മനസ്സിലായി ഈ മെറ്റീരിയൽസ് ഇത് റീപ്ലേസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്ക് തന്നെയാണ്, ഞാനാണ് മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യേണ്ടത് മനസ്സിലായി. അവന്റെ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ആ മെറ്റീരിയൽസ് തിരിച്ച് അവരെന്ത് ചെയ്യുന്നു? കറക്റ്റ് സ്ഥലത്ത് റീപ്ലേസ് ചെയ്യുന്നു.
ദെൻ ലവ് ഓഫ് വർക്ക്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വർക്കൊക്കെ ചെയ്യാനായിട്ട് കുട്ടികളിൽ നല്ലൊരു ഇഷ്ടം നമ്മൾ കാണാറുണ്ട്. ദെൻ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് ഒരു കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. അവർക്ക് ഒത്തിരി നേരം മറ്റൊരു കാര്യത്തിലേക്ക് ഡീവിയേറ്റഡ് ആവാണ്ട് ആ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അവർക്ക് ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് എക്സ്പെരിമെന്റ്സിന്റെയും ഒബ്സർവേഷന്റെയും ഫലമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യമാണ് എന്ത്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിന്റെ മിനിയേച്ചർ ആണ്. എർത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിന്റെ തന്നെ ഒരു മിനിയേച്ചർ ആണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ അവൻ എന്താണോ പുറത്ത് ഔട്ട്സൈഡ് ദ മോണ്ടിസോറി ക്ലാസ് റൂം അവൻ എന്താണോ കാണുന്നത് അതിന്റെയൊക്കെ തന്നെ ഒരു മിനിയേച്ചർ ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആക്ടിവിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളാണ് അവരുടെ റിയൽ ലൈഫിൽ അവർ ഡേ ടു ഡേ അവർ എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അവർക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. എന്താണ് ക്ലാസ് കാര്യങ്ങള് അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ആവും. എന്ന് വെച്ചാലും അവർക്ക് റിയൽ വേൾഡ് ആയിട്ട് പെട്ടെന്ന് അവർക്ക് അറ്റാച്ച്മെന്റ് ആവും. അവർക്ക് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ കുട്ടികളാണ്, ചെറിയ കുട്ടികളെ കുക്കൊക്കെ ചെയ്ത് പഠിപ്പിക്കാം, എന്നുവെച്ചാൽ നമ്മളുടെ സൂപ്പർവിഷനോട് കൂടി കുക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവര് കോൺഫിഡന്റ് ആവും, അവർക്ക് പെർഫോം ചെയ്യാൻ നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടും. അതേപോലെ ചെറിയ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യിക്കാം. ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ തന്നെയാണ് നമ്മളുടെ വീട് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണെങ്കിൽ അവരത് റിപ്പീറ്റ്ലി ചെയ്യുന്നതിലൂടെ അത് അവർക്ക് പെർഫെക്റ്റ് ആവുന്നു. അവർക്ക് ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നല്ല കോൺഫിഡൻസ് കിട്ടുന്നു. അത് പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വേർതിരിവൊന്നും കാണിക്കരുത്, രണ്ടുപേരെയും ഈക്വൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വലിയ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി എവിടെ ട്രെയിൻ കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ അവർക്ക് പെട്ടെന്ന് അവർക്ക് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ആവാനായിട്ട് പറ്റും. പെട്ടെന്ന് അറ്റാച്ച് ആവും. നോക്കാട്ടോ, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന കുറച്ച് ഇമേജസും കാര്യങ്ങളുമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടില്ല അല്ലെ? നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ് വാട്ടർ പോർ ചെയ്യുന്നത്, എങ്ങനെയാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വെസൽസ് വാഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുടെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷൂലേസ്, ബട്ടൺ ഫ്രെയിമുകള്, ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ബട്ടൺ ഫ്രെയിം, ഷൂലേസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആക്ടിവിറ്റി ആയിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഡേറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാം, 4 മിനിമം എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓണം വെക്കേഷൻ കഴിയുമ്പോഴേക്കും ചെയ്യും നിങ്ങള്? സോറി, ഓണം കഴിയുമ്പോഴേക്കും ചെയ്യാൻ പറ്റുമോ? ഓണം കഴിഞ്ഞ് വരുന്ന വീക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? മെറ്റീരിയൽസ് ഒക്കെ ഞാൻ കാണിച്ചതല്ലേ, ഞാൻ വീണ്ടും എടുത്ത് കാണിക്കണ്ടല്ലോ. ഫ്രെയിമുകൾ കാണിക്കണ്ടല്ലോ, അന്ന് കാണിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതിലിപ്പോ ഷൂലേസും ബട്ടണിങ് ഫ്രെയിം ആണ് ഉള്ളത്. അതേപോലത്തെ പ്രാക്ടിക്കൽ അവർ ലൈഫില് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേണ്ട വെള്ളം പോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കുട്ടികൾ കെയർഫുൾ ആയിട്ട് അവർ തന്നെ ചെയ്യണം. എങ്ങനെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം, ഇതെല്ലാം നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. എവിടെ? മോണ്ടിസോറി എൻവയോൺമെന്റിൽ. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു, ഇങ്ങനെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം.
ഇതെല്ലാം നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അവർ എന്ത് ചെയ്യാണ്, ഇതെല്ലാം പഠിപ്പിക്കുകയാണ്. സോ ഒരു റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുമ്പോൾ അവർ എന്തായിട്ട് മാറും, പെർഫെക്റ്റ് ആയിട്ട് മാറും. വർക്ക് ചെയ്യാനായിട്ട് അവർ പെർഫെക്റ്റ് ആയിട്ട് മാറും. നമ്മൾ ഒത്തിരി വലിയ ടാസ്കുകളാണ്, ഇതെല്ലാം ഫ്രെയിമുകളാണ്, കാണുന്നുണ്ടല്ലോ. ഫ്രെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എങ്ങനെ ടിക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങള്. ഓക്കെ, ഇത് തന്നെയാണ് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലും അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അവരുടെ ലൈഫിലും ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ അവർക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അവരെന്താണോ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് റിയൽ വേൾഡിൽ അവർ കാണുന്നത്. സോ അവർക്ക് ആ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യില്ല. സോ അപ്പൊ എന്താണ്, അവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, പെട്ടെന്ന് നമ്മുടെ റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ആവും. നമ്മുടെ കുട്ടികളെ നമ്മുടെ ക്ലാസ് റൂമിൽ, മോണ്ടിസോറി ക്ലാസ് റൂമിൽ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് അവരുടെ റിയൽ വേൾഡിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ആവാൻ പറ്റും. പക്ഷെ സാധാരണ നോർമൽ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് അറ്റാച്ച് ആവാനായിട്ട് പറ്റണമെന്നില്ല. ഇത്രയും വരെ മനസ്സിലായോ? ഓക്കെ, ദെൻ ലവ് ഓഫ് സൈലൻസ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു പ്രത്യേകതയാണ് ലവ് ഓഫ് സൈലൻസ്. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ ഭയങ്കര സൈലൻസ്, അവര് സൈലന്റ് ആണ്, അല്ലെങ്കിൽ അവർ ലോങ് ഒറ്റയ്ക്കാണ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ക്ലാസ് റൂമിലെ മറ്റു കുട്ടികളിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുക അല്ല അവിടെ ചെയ്യുന്നത്. അവർ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ മനസ്സിനെ അവർ ഒരുപാട് നേരത്തേക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി നേരം അവര് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മളിവിടെ ലവ് ഓഫ് സൈലൻസിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി നേരം ആ ഒരു ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സൈക്കോളജിക്കൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു എബിലിറ്റി ചെറുപ്പത്തിലെ തന്നെ ഡെവലപ്പ് ചെയ്യാണ്. സോ പിന്നീട് അവർ മുതിർന്ന് വരുമ്പോൾ അവർക്ക് ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ ഈ കുട്ടികൾക്ക് പറ്റും, നന്നായിട്ട് പറ്റും. അതേപോലെ അല്ലാത്ത ടൈമിൽ നമ്മൾ കുട്ടികളെ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇതെല്ലാം ആസ് ദ റിസൾട്ട് ഓഫ് നോർമലൈസേഷൻ ആണ്, നോർമലൈസേഷന്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ നോബഡ് സിലിണ്ടേഴ്സ് ആണെന്ന് വിചാരിക്കും. നോബഡ് സിലിണ്ടേഴ്സിൽ കുട്ടികൾ ഓരോ 4 പേര് കൂടി ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഓരോരുത്തർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അടുത്ത ആൾക്ക് അത് പാസ് ചെയ്യുന്നു, ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. ഒരാൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം അലൗ ചെയ്യുന്നുണ്ട്, ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് അവർക്ക്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും ഒബീഡിയന്റ് ആയിരിക്കും. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഒബീഡിയൻസ് അല്ല, അവർ നോർമലി ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറും. ദെൻ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ, അതുവഴി അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ മ്യൂച്വൽ ഹെൽപ്പ്, മറ്റു കുട്ടികളെ സഹായിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, നോർമലൈസ്ഡ് ചിൽഡ്രൻസിന് എന്ത് ചെയ്യും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവര് നോർമലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവരിൽ കാണുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ സവിശേഷതകളാണ് ഈ പറയുന്നതെല്ലാം. പിന്നെ നമ്മുടെ കുട്ടികൾ റിയൽ ആയിട്ട് ചോയ്സ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഇപ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽസ് ആവും, അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് അവർ എന്തെങ്കിലും ചൂസ് ചെയ്ത് തുടങ്ങും. അപ്പൊ അവർക്ക് ലൈഫിൽ ഡിസിഷൻ മേക്കിംഗ് പവർ ചെറുപ്പത്തിലെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാ, എടുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പാരന്റ്സ് സമ്മതിക്കില്ല, നമ്മുടെ ഇഷ്ടത്തിനല്ലേ കുട്ടികളെ വളർത്തുന്നത്. പക്ഷെ എന്നാലും അവരെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് തന്നെ, ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരെ കൊണ്ട് തന്നെ ചോയ്സ് ചെയ്യിപ്പിക്കുക, സെലക്ട് ചെയ്യിപ്പിക്കുക, ഡിസിഷൻ മേക്കിംഗ് പവർ കുട്ടികളിൽ ഡെവലപ്പ് ആവും. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആർക്ക് വരുന്നത്, നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വരുന്നത്. ക്ലിയർ ആണോ ക്യാരക്ടറിസ്റ്റിക്സും നോർമലൈസേഷനും? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതിന് ഓപ്പോസിറ്റ് ആണ്, ഡീവിയേഷൻ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാനിത് സെമിനാർ ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ,
കുറച്ച് കുറച്ച് പോർഷൻ ആയിട്ട് എല്ലാവർക്കും സെമിനാർ തരും കേട്ടോ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഒരു പോർഷൻ ഇപ്പൊ 2 പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ ലവ് ഓഫ് ഓർഡർ ആൻഡ് ലവ് ഓഫ് വർക്ക് ആണ് ഇപ്പൊ ഒരാൾക്ക് സെമിനാർ ആണെങ്കിൽ നിങ്ങൾ ആ 2 പോയിന്റിനുള്ളത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ചെറുതാക്കി തരുള്ളൂ. പക്ഷെ എല്ലാവർക്കും സെമിനാർ അലോട്ട് ചെയ്ത് തരും കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് അങ്ങനെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. വീണ്ടും റിപ്പീറ്റ്ലി നമ്മൾ പഠിച്ചാൽ മാത്രമേ മറന്നു പോവാതെയും ഇരിക്കുള്ളൂ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നത്? മാം ഒരു മിനിറ്റ്. മാം ഫ്രെയിം ഉണ്ടാക്കണം പറഞ്ഞില്ലേ? ആ അപ്പൊ മാം അന്ന് പറഞ്ഞത് നമുക്ക് ടൈം പോലെ വൈവയ്ക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഒരു 4 സംതിങ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഓണത്തിന് ശേഷം ഉണ്ടാക്കുമ്പോൾ 4 ഉണ്ടാക്കണോ? 4 ഒരുമിച്ച് ഉണ്ടാക്കണോ? അതെന്താന്നാ, അല്ലെങ്കിൽ ഫ്രെയിം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മെറ്റീരിയൽസ് വരുന്നുണ്ട്. മോണ്ടിസോറി മെറ്റീരിയൽസ് വീണ്ടും വരുന്നുണ്ട്. ബീഡ് സ്റ്റെയർ, കളറിംഗ് ബോക്സ് ഒന്നും ചെയ്തിട്ടില്ലാലോ, പിങ്ക് ടവർ. ഇല്ല. അപ്പൊ മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമുക്ക് ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഒരു 3 മന്ത്സോളം കോഴ്സിന് ടൈം ഇല്ലേ ഇനി കംപ്ലീറ്റ് ആവാൻ? 10 മന്ത്സ് കഴിയാനായിട്ട്. ഡിസംബർ വരെ. സോ 3 മന്ത്സും കൂടി ഉണ്ട്. അപ്പൊ ടൈം ഉണ്ട് നമുക്ക് ചെയ്ത് അത് പ്രസന്റ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വൈവേയും പ്രാക്ടിക്കൽസ് ഒക്കെ പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചു MT10 കാര്യത്തില്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ടൈം ഉണ്ട്, ടൈം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോഴും ലാസ്റ്റ് ഒരുമിച്ച് ചെയ്യുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഹരിയബിളാണ് ചെയ്യണമെങ്കിൽ അത്ര പെർഫെക്ഷൻ ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു 4 ഫ്രെയിം ഉണ്ടാക്കിയാൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഏതെങ്കിലും 4 ഫ്രെയിം ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ഫ്രെയിമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കും വൈവേക്കൊക്കെ, എത്ര ടൈപ്സ് ഓഫ് ഫ്രെയിംസ് ഉണ്ടെന്ന്. അത് എത്ര എണ്ണം ഓർത്ത് വെക്കാം, ഏതൊക്കെ ടൈപ്സ് ആണ് ഫ്രെയിം എന്നുള്ളത്. നിങ്ങൾ റെക്കോർഡ് എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? 5 റെക്കോർഡിന് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഫുൾ റെക്കോർഡ്. 5 റെക്കോർഡ് ഡീറ്റെയിൽ. 5ാമത്തെ റെക്കോർഡ് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എഴുതാനായിട്ട്? തന്നു. ഓക്കെ, പാട്രിക്സ് റെക്കോർഡ് എഴുതുമ്പോൾ നമ്മൾ മോണ്ടിസോറി ആണ് മെയിൻ ആയിട്ട് പാട്രിക്സ് റെക്കോർഡ്. നിങ്ങൾ ബാക്കി 4 റെക്കോർഡ്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പാട്രിക്സ് റെക്കോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എഴുതുമ്പോൾ തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. അതിൽ നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ക്ലാസ് റൂമിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ച് തന്നെ അത് എഴുതി പോവാൻ നോക്കാം കേട്ടോ. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് വെക്കാതെ അത് മനസ്സിലാക്കി വായിച്ച് നോക്കി എഴുതാൻ നോക്കാം. ഓക്കെ അല്ലേ? അതിൽ മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നാലും നിങ്ങൾ അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. റെക്കോർഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എത്രാമത്തെ പേജിലാണെന്നുള്ളത് കേട്ടോ. 5th റെക്കോർഡില്. ഓക്കെ, എല്ലാവരും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഫോട്ടോസ് ഉണ്ട്, ഫോട്ടോസ് നമുക്ക് ഗ്രൂപ്പിൽ ഇടും. അതും കറക്റ്റ് ആയിട്ട് പ്രിന്റ് ഒക്കെ എടുത്ത് അതിൽ പേസ്റ്റ് ചെയ്യാം. എക്സ്ട്രാ ഫോട്ടോസ് നമുക്ക് ഇങ്ങനെ ഗൂഗിളിൽ ഞാനിപ്പോ സെർച്ച് ചെയ്തപ്പോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയില്ലേ, കണ്ടോ? ഇങ്ങനെ നമുക്ക് പിക്ചേഴ്സ് ഗൂഗിളിൽ നിന്ന് കിട്ടും. അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെക്കോർഡിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ചിലപ്പോൾ ഷെൽഫിന്റെ ഒന്നും പിക്ചേഴ്സ് ചിലപ്പോൾ ഇവിടെ അയച്ചതിൽ ഉണ്ടാവില്ല. അപ്പൊ ഷെൽഫിന്റെ ഒക്കെ പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പൊ കിട്ടും.